ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈനാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റഫായിട്ട്, അതായത് എത്ര ഏരിയയിലൊന്ന് വരണമെന്നുള്ളത് ജസ്റ്റ് ഞാൻ കൈവച്ച് തന്നെ ഒന്ന് റെഫറൻസ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മളുടെ റിങ് ആ ഒരു പിക്ചറിൻ്റെ അവിടത്തേക്കാക്കിയിട്ട് തിരിച്ചിട്ടേക്കുവാണ്. എന്നിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും കൂടെ വരച്ച് കാണിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഡിസൈനാണ്, അധികം ടഫായിട്ടുള്ളതൊന്നും അല്ല. അപ്പം നമ്മൾ ഡിസൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റിങ് തിരിച്ചിടാം. കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെ ഫ്രെയിമിൽ വെച്ച് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫാബ്രിക് നല്ലപോലെ ഒന്ന് ടൈറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ഡിസൈൻ നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പം താന്ന് പോകരുത്. കറക്റ്റ് ഒരു ഡ്രം പോലെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. ഈ ഒരു ടൈറ്റ്നെസ് നമ്മുടെ ഫാബ്രിക്കിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലൂസായിട്ടിരുന്നാൽ ത്രെഡ് വരയ്ക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ സ്ട്രെച്ചായിട്ട് വളരെ വൃത്തികേടായിട്ടായിരിക്കും നമുക്ക് ഡിസൈൻ കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിനി എടുത്തേക്കുന്നത് 2 ഒരേപോലെ ഇരിക്കുന്ന പാത്രങ്ങളാണ്. ഇപ്പോൾ ഇത് ഐസ്ക്രീമിൻ്റെ തന്നെ, മേഴ്സലീസിൻ്റെ ഐസ്ക്രീമിൻ്റെ തന്നെ 2 ഒരേപോലെ ഇരിക്കുന്ന പാത്രമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കിതൊരു സ്റ്റാൻഡ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോൾ എടുത്താലും മേഴ്സലീസിൻ്റെ തന്നെ വേണമെന്നില്ല, ഏത് പാട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, രണ്ടും ഈക്വൽ ഹൈറ്റ് ആയിട്ടുള്ള 2 പാട്ടകൾ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു റിങ് അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നേരം കയ്യിൽ മാത്രം പിടിച്ചിരുന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ താഴെ കൂടെ നമ്മൾ ഇത്രയും ഒരു ഡിസ്റ്റൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് നടുക്കായിട്ട് ഹൂപ്പ് വെച്ച് കൊടുക്കാം. ഇനി ജസ്റ്റ് നമുക്കങ്ങ് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും എംബ്രോയ്ഡറി സ്റ്റാൻഡ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഐഡിയ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ഇട്ട് കൊടുക്കുക. ഒരു എൻഡിൽ മറ്റേ എൻഡ് ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവറിൽ ചെയ്യുമ്പോൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം താഴേന്ന് മുകളിലേക്ക് എടുത്തു. ഇനി നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 2 3 ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ കുത്തിയേക്കുന്നതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. ഓക്കെ. അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ത്രെഡ് എടുത്തേക്കുന്ന അതേ പോയിന്റിൽ കൂടെ തന്നെയാണ് നമ്മൾ നീഡിലിടുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല. ആ ത്രെഡ് മൊത്തം താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതെ തൊട്ടടുത്തായിട്ട് വേറൊരു പോയിന്റ് കുത്തി കൊടുക്കുക. ഇനി പതുക്കെ താഴേന്ന് വലിച്ചെടുക്കുക. വളരെ നല്ലൊരു രീതിക്ക് നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റേ സ്ഥലത്തൊക്കെ ആയിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 1 2 3. അപ്പം ഇങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഹൂപ്പ് പിടിക്കുന്നതിൻ്റെ ആ ഒരു സ്ട്രെയിൻ വരുന്നില്ല. നമുക്ക് ഹൂപ്പ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ മേളിൽ കറക്റ്റായിട്ടിരുന്നോളും. ടിന്നിൻ്റെ മേളിൽ കറക്റ്റായിട്ടിരുന്നോളും. അപ്പം നമ്മളിപ്പം 3 ട്വിസ്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. നമുക്ക് ഒരു സിംഗിൾ ട്വിസ്റ്റോ ഡബിൾ ട്വിസ്റ്റ് അല്ലെങ്കിൽ 3 ട്വിസ്റ്റ് വരെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 2 ട്വിസ്റ്റാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുതായിട്ടായിരിക്കും ഈ ഒരു നമുക്ക് നോട്ട് കിട്ടുന്നത്.
കണ്ടില്ലേ? അപ്പോൾ ഇതിനേക്കായി കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇനി ഞാൻ സിംഗിൾ ട്വിസ്റ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ട്വിസ്റ്റാണ് നമ്മൾ ചെയ്യുക. കണ്ടില്ലേ? അപ്പം വളരെ ചെറുതായിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് സിംഗിൾ, ഇത് ഡബിൾ, ഇത് 3 എണ്ണം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ റെഡിൻ്റെ തന്നെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ് വരുന്ന എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. പിങ്കും ലൈറ്റ് പിങ്കും അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രഞ്ച് നോട്ട് വളരെ ക്ലോസ് ആയിട്ടാക്കിയിട്ട് ആ കളേഴ്സ് എല്ലാം വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഫ്ലവർ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഫ്ലവർ ഓറഞ്ച് കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ചും യെല്ലോവും എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഒരു ഷെയ്ഡാണ് അതിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓറഞ്ചിനെക്കാട്ടിൽ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് റാൻഡമായിട്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇതിൻ്റെയും നോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഒരു യെല്ലോ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പല ഷെയ്ഡ്സ് നമ്മൾ ഒരേ ഇതുപോലെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് റെഡിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള നമുക്ക് ലൈറ്ററും ഡാർക്കറും ആയിട്ടുള്ള ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് വരുമ്പം ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോയിൻ്റെയും കൂടെ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്തേക്കുന്നത് പോലെ തന്നെ ഇവിടെയും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഓറഞ്ചിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു റെഡിൻ്റെ അതേപോലെ തന്നെ ഇവിടെ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളിത് ട്വിസ്റ്റ് ചെയ്തിട്ട് വെക്കുമ്പോൾ കറക്റ്റ് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ. എന്നിട്ട് പുള്ളി ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് നമ്മളുടെ കൈ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം കറക്റ്റ് നമുക്ക് ആ ഒരു നോട്ട് ഒരു ഫ്ലവർ പോലെ തന്നെ കിട്ടും. നമ്മളുടെ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി ഇത് ചെയ്യണം. ഇതേപോലെ തന്നെ റെഡ് വെച്ചിട്ടൊരു കോമ്പിനേഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു സെപ്പറേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇത് കഴിയുന്ന ഇത്രയൊരു പോർഷൻ നമുക്കൊന്ന് ഡാർക്ക് റെഡ് നമ്മൾ എടുത്തു കൊടുത്തേക്കുവാണ്. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഷെയ്ഡിങ് വരുന്ന പോലെയാണ് ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഡാർക്ക് എവിടെയായിരുന്നു ചെയ്തത്, ഇവിടെ മൊത്തം ബ്രൈറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു 2 ഫ്ലവറിനെ ഇവിടെ നമ്മൾ ലൈറ്റായിട്ട് തന്നെയാണ് വരുന്നതെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അധികം ഗ്യാപ്പ് ഒന്നും ഇടാതെ ചെയ്യുമ്പോഴാണ് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ നോക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ലീഫാണ്. അപ്പോൾ ഈ ലീഫ് ചെയ്യുമ്പോൾ നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലീഫിൻ്റെ അകത്ത് ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം നമ്മുടെ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ലീഫിൻ്റെ ആ ഒരു സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ, ആ സെൻറ്റർ ലൈനിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് താഴത്തേക്ക് കുത്തിയെടുക്കുക. ഇനി റൈറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു നീഡിൽ നമ്മൾ എങ്ങനെയാണോ ലീഫ് വരച്ചേക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് നമ്മൾ നീഡിലെടുക്കുകയാണ്. ഇനിയും നമ്മൾ സെൻറ്റർ ലൈനിലാണ് പോകേണ്ടത്. നേരത്തെ എടുത്ത സ്റ്റിച്ചിൻ്റെ തൊട്ട് താഴെയായിട്ട്, അധികം ഗ്യാപ്പ് ഇടാതെ തൊട്ട് താഴെയായിട്ട് നീഡിൽ താഴത്തേക്ക് എടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ച് നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ചേക്കുന്ന ലീഫിൻ്റെ ഔട്ട്ലൈൻ വരച്ചേക്കുന്ന അതേ പോയിന്റിൽ നിന്ന് തന്നെ പുറത്തേക്ക് എടുക്കുക.
ഇവിടെയും അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഈ സെൻറ്റർ ലൈനിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ റൈറ്റിൽ നിന്ന് കുത്തിയെടുത്തേക്കുന്നതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമ്മൾ നീഡിൽ താഴത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇനി റൈറ്റിൽ നിന്ന് എടുക്കുക. ഇനി ഈ ഒരു സ്റ്റെപ്പ് താഴെ വരെ റിപ്പീറ്റ് ചെയ്ത് പോവാം. ഇനി ലെഫ്റ്റിൽ നിന്ന് അപ്പോൾ ഇനി ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഇവിടം വരെ സെൻറ്ററിലേക്ക് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് താത്തി ഇതങ്ങ് ഫില്ല് ചെയ്തെടുത്താൽ മതി. കാണിച്ചു തരാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ലെഫ്റ്റ് അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഇവിടെയും ഈ ബാക്കി ലീഫിനെല്ലാം എടുത്ത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഒരേ കളർ തന്നെ ത്രൂ ഔട്ട് യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാനിവിടെ എല്ലായിടത്തും സെയിം ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ലീഫ് ഇതിൻ്റെ ഇടയ്ക്ക് മിക്സ് ചെയ്യാം, ലൈറ്റർ ആയിട്ടുള്ളത് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡെപ്ത് കിട്ടും. നമ്മൾ ഏത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ കംപ്ലീറ്റ് ഇത് വലിച്ചെടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ബാക്കിലത്തെ പോർഷനിൽ ഭയങ്കര ലൂസായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ത്രെഡ് വലിക്കുമ്പോഴും കംപ്ലീറ്റ് വലിച്ചെടുത്തോന്ന് ഒന്നുകൂടെ ഒന്ന് വലിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കുറേ എംബ്രോയ്ഡറി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് എംബ്രോയ്ഡറി സീരീസ് എന്ന് എഴുതിയേക്കുന്നതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അവിടെ എൻ്റെ എംബ്രോയ്ഡറി വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലീഫെല്ലാം കംപ്ലീറ്റ് ചെയ്തു. കണ്ടില്ലേ, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നീഡിൽ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നീഡിൽ പുറത്തേക്ക് എടുത്തു. ഒരു കുറച്ച് ഡിസ്റ്റൻസ് മാറി നമ്മൾ വേറൊരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് താഴേക്ക് നീഡിലിടുന്നു. അതിൻ്റെ സെൻറ്ററിലെടുക്കുക. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നീഡിലെടുത്തു. ഇനി പതുക്കെ ഇത് വലിച്ചെടുക്കുക. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ അടുത്ത സ്റ്റിച്ച് വരുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഈ നീഡിൽ എടുക്കുമ്പോൾ രണ്ടാമത് എടുക്കുമ്പോൾ ഈ ഹോളിൽ കൂടെ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു ഹോളിൽ കൂടെ വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടു. ഇനി അടുത്തത് നീഡിൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ തിരിച്ചെടുക്കുക. നേരത്തെ എടുത്ത അതേ ഹോളിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ചെടുക്കുക. ഇതാണ് സ്റ്റെം സ്റ്റിച്ച്. സോ കണ്ടില്ലേ,
അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ? വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ സ്റ്റിച്ചസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഹൂപ്പ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇച്ചിരി പേഷ്യൻസും നമ്മൾ കുറച്ച് നേരം മെനക്കെട്ടിരിക്കാനുള്ള ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഫീഡ്ബാക്കിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട. ഇതുപോലത്തെ പുത്തൻ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.